ഗൈസ്, ഈ ഏട്ടൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് മാത്രം കമൻറ്റ് ചെയ്യാട്ടോ. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. സുഖല്ലേ സുന്ദരി? സുഖമായിട്ടിരിക്കല്ലേ സുന്ദരി? സുന്ദരി സുഖമായിട്ടിരിക്കല്ലേ അല്ലേ? സുഖാണോ? കുട്ടിനെ എടുത്താടി. കുട്ടിനെ എടുക്കുക. എന്റെ കുട്ടിനെ എടുക്കുക. എന്താ വിളിച്ചാ? ഗൈസ്, ഇന്ന് നമ്മള് ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോവാണ്. സന്തോഷിപ്പിക്കാൻ വേണ്ടി പോവാന്ന് കഴിഞ്ഞാൽ ഇന്നലെ 24 ന്യൂസിൽ ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു. അതായത് എന്റെ കുട്ടീനെ പിടിച്ച അത് അച്ചെടുക്ക അച്ചപ്പെടുക്ക കേട്ടോ. ഇന്നലെ 24 ന്യൂസിൽ ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ആളുടെ മറ്റെന്തോ ലോട്ടറി, കണ്ണ് കാണാത്ത ഒരാളുടെ ലോട്ടറി ഒരാൾ എടുത്തോണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് സംഗതി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ഒരു ഇതിന്റെ അടിയിൽ ഞാൻ നല്ല കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റേ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നലെ കഴിയുന്നവരിത് ഞാൻ ആൾക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഇടയിൽ കുറെ കമന്റ്സ് വന്നു. പക്ഷെ അത് ആരും കറക്റ്റ് പറഞ്ഞില്ല. പക്ഷെ ഇന്നലെ ആ കമന്റ്സ് വന്ന ആൾക്കാർക്കൊക്കെ ഞാൻ ഇന്നലെ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇയാൾ കറക്റ്റ് എവിടെ ഇരിക്കണേ, കറക്റ്റ് എവിടെ ചോദിച്ചിട്ട്. അപ്പൊ ഇന്നലെ രാത്രി ഇതേപോലെ ഒരു ഏട്ടൻ എനിക്ക് കറക്റ്റ് ആയിട്ടൊക്കെ പറഞ്ഞു തന്നു. വടക്കാഞ്ചേരി ഏതോ ഒരു സ്ഥലത്താണ് ആൾ, എന്താ കുഞ്ഞു മുഹമ്മദ് അങ്ങനെ പറഞ്ഞ അതിന്റെ പേരെന്താ പറഞ്ഞു. അവന്റെ എന്തായാലും ഇപ്പൊ അങ്ങോട്ട് പോവുകയാണ്. എന്തായാലും ആ ഏട്ടനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ അതിന്റെ പോസ്റ്ററും കാര്യങ്ങളും സൈഡിൽ സ്ക്രീനിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തും. ഞാനിട്ട കമന്റും ആ ഒരു ന്യൂസിന്റെ സംഗതി സൈഡ് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പൊ സന്തോഷിപ്പിച്ചിട്ട് വരാം. ഹാപ്പിയല്ലേ? ഹാപ്പിയല്ലേ? അപ്പൊ ഞാൻ പോയിട്ട് വരാം. ഓക്കെ, ശരി. ആ ഏട്ടന്റെ കടയിൽ എത്ര ലോട്ടറി ഉണ്ടോ ആ ലോട്ടറി മൊത്തം എടുത്ത ഏട്ടനെ ഹാപ്പി ആക്കി അവിടുന്ന് പോരുള്ളൂ കേട്ടോ. മറ്റേ എനിക്കറിയില്ല, അത് കണ്ണ് കാണാത്ത ആളാണ്. അപ്പൊ അവിടെ നിന്ന് ലോട്ടറി എടുത്തോണ്ട് ചോദിച്ചേക്കാൻ. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ എന്തായാലും ഏട്ടനെ സന്തോഷിപ്പിക്കാൻ ഉടനെ പോവാണ്. ഓക്കെ, സന്തോഷിപ്പിച്ച് കിക്കാക്കിയിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോ അവിടെ ചെറുതുരുത്തി ട്രെയിന് പോകണ്ടങ്ങള്. ഓക്കെ, ഞാൻ എണീറ്റ് കുളിച്ചിട്ടൊന്നുമില്ല. എണീറ്റ് അപ്പം തന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാളെ പേരെന്തോ കുഞ്ഞു മുഹമ്മദോ അങ്ങനെ എന്തോ പേരെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്കിൻ്റെ ഒരു ഡൗട്ട്. എന്തായാലും ഓട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അത് വടക്കാഞ്ചേരി ഓട്ടുപാറ എന്ന് പറഞ്ഞത്. ആളിന് വേറെ ആരെങ്കിലും ഇതാക്കണമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ എന്തായാലും അയാളെ സന്തോഷിപ്പിച്ചിട്ട് അവിടുന്ന് പോരുള്ളൂ, അത് ഉറപ്പിച്ചോണ്ടില്ല ചായ. ഓക്കെ, സന്തോഷിപ്പിച്ചോണ്ട് എന്റെ വണ്ടി കൊണ്ട് കൊണ്ടുപോയിട്ട് ചാക്കറ്. ഞാൻ സർപ്രൈസ് ആയിട്ട് പോണത് പറഞ്ഞല്ലേ, എനിക്കറിയില്ല. ഇല്ലടാ കുട്ടി, ഞാൻ എന്തായാലും അവിടെ ലോട്ടറി മൊത്തം എടുത്ത് പോലും എന്തായാലും നമ്മള് വിചാരിച്ചു. നമ്മള് സഹായിക്കാൻ പറഞ്ഞു പോകുന്നില്ല, സഹായിക്കുന്നല്ല, നമ്മളൊരു സർപ്രൈസ് അത്രേ ഉള്ളൂ. നമ്മള് സഹായിക്കില്ല ആളെ, നമ്മളിതിൽ സഹായിക്കാന്നുള്ള ടൈറ്റിൽ ഇല്ല, സന്തോഷിപ്പിക്കുക. അതാണ് നമ്മളെ ടൈറ്റില്. അതാണ് നമ്മളെ ടൈറ്റില്. നമ്മള് വെറുതെ പൈസ കൊടുക്കല്ല, ആളെ എന്നുള്ള മുതല് വാങ്ങിയിട്ട് നമ്മൾ കൊടുക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആൾക്ക് ആളുടെ സാധനം കച്ചവടം ചെയ്ത് ആൾക്കൊരു സന്തോഷമായി, നമുക്കൊരു കിക്കും കിട്ടി, കാണാൻ നിങ്ങൾക്കൊരു സന്തോഷമായി, ചില ആൾക്കാർക്ക് കുരുവും പൊട്ടും. മാത്രമല്ല, അപ്പൊ നമുക്ക് എന്തായാലും നേരെ പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മള് വടക്കാഞ്ചേരി എത്തിയിട്ടുണ്ട് കേട്ടോ. വാഴാനി റോഡിന് പോയിട്ടാണ് ആളുടെ ഷോപ്പ്, അത് മീൻസ് ആളെ കട എന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. മീൻസ് നമുക്ക് 2 ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അവരും പറഞ്ഞത് അങ്ങനെ പോകാനാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ പോയി നോക്കി നോക്കാം, നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, സമയം നോക്കി നോക്കണം. എത്ര ഗൈസ്? 12:30. ഓക്കെ, പോയി നോക്കി നോക്കാം നമുക്ക് എന്തായാലും. ഗൈസ്, നമ്മൾ ആ ഏട്ടനെ കണ്ടിട്ടാണ്, അതായത് ഇതാണ്ടോ ആ റെയിൽവേ ഗേറ്റ് കടന്നപ്പം തന്നെയാണ് ആ ഏട്ടൻ്റെ ഷോപ്പ്. അപ്പോൾ എന്തായാലും നമുക്ക് കടയൊക്കെ ഒന്ന് പോയി നോക്കി നോക്കുക. ഓക്കെ, ഡാൻസിന് ജാഗ്രത ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കുക ഗൈസ്. ഈ ഏട്ടൻ്റെ ഷോപ്പ് ശരിക്കും, അതായത് ഈ ഒരു കട വരുന്നത് നമ്മളെ വടക്കാഞ്ചേരിയിൽ ഓട്ടുപാറ കഴിഞ്ഞിട്ട്, അതായത് വാഴാനി ഡാം എന്നൊരു ഡാമില്ലേ, അവിടേക്ക് പോണ റൂട്ടിൽ ഗേറ്റ് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലാണ് ഈ ഒരു കട വരുന്നത് കേട്ടോ. ഞാൻ ചെന്നിട്ട് ആദ്യം കുറച്ച് ഈ വീഡിയോ കുറച്ച് നല്ല ലെങ്ത് ഉണ്ട്, ഞാനതിന് കട്ട് ചെയ്തിട്ടാണ് ചെറിയൊരു വീഡിയോ ആക്കി മാറ്റിയിട്ടുള്ളത്. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഇന്നെ പോലെ ഇതിന് മുന്നേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ. അപ്പോൾ ഏട്ടൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഭാര്യ മകള് കുറേ കാര്യങ്ങൾ ഏട്ടൻ്റെ വീട്ടുവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഏട്ടൻ ഇവിടെ എത്ര ലോട്ടറി ഉണ്ട്? മറ്റേ അപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഇന്നത്തെ ലോട്ടറി ഇനി നാളത്തെ ലോട്ടറിയാണ് ഏട്ടൻ്റെ ബാഗിലുണ്ട് എന്ന് പറഞ്ഞു ഏട്ടൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏട്ടൻ ലോട്ടറി ഫുൾ എടുക്ക് വാങ്ങാനാണ് പറഞ്ഞു. അതിൽ ഏട്ടനൊരു എക്കസൊക്കെ ഉണ്ടായിരുന്നു ആദ്യം, കറിഞ്ഞ് വല്ല ഉടായ്പകൾ കാണിക്കും. അപ്പോൾ ഏട്ടനൊക്കെ പറഞ്ഞു, ഇല്ല ഏട്ടാ അങ്ങനത്തെ പ്രശ്നം, ഞാൻ എൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു. സൂചന ഞങ്ങൾ ശരിയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറേ നേരം ഏട്ടനായിട്ട് ഇരുന്ന് സംസാരിച്ചു. അതിൽ ലോട്ടറി ഇത്ര ഏട്ടനും കണക്കറിയില്ല.
ഞാനും പിന്നെ കണക്കിൽ കുറച്ച് ബാക്കിക്ക് ആയതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് അവർ പറഞ്ഞപ്പോൾ എത്രയെന്ന് കൂട്ടാണ്. അപ്പോൾ ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടി വണ്ടിക്ക് വന്നതാണ്. അപ്പോൾ അത് ഞാൻ ഇരുന്ന് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം 40-42 ലോട്ടറി ആയിട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് കൂട്ടി അവർക്ക് ആ ലോട്ടറിയുടെ പൈസയും അത് കൂടാണ്ട് തന്നെ എക്സ്ട്രാ കുറച്ച് പൈസയും കൂടി ഞാൻ കൊടുത്തു. അവർ സന്തോഷമാണ്, എനിക്കും സന്തോഷമായി. കൊടുത്തപ്പോൾ തന്നെ ഏട്ടാ ഒറ്റയ്ക്ക് പറഞ്ഞു, അയ്യോ വേണ്ട മോനെ കുഴപ്പമില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഏട്ടാ വെച്ചോളൂ. ഞാൻ പറഞ്ഞു ഏട്ടാ പേടിക്കൊന്നും വേണ്ട, കള്ളനോട്ട് അങ്ങനെ ഒന്നുമല്ല, എന്ത് കള്ളനോട്ടാണെങ്കിലും ഞാൻ എൻ്റെ പേരൊക്കെ പറഞ്ഞു, ഞാൻ ചാനലിൽ മല്ലു ഫാമിലി എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അങ്ങനെ പറഞ്ഞാൽ മതി. ഇനി സുജിനി എന്ന് പറഞ്ഞ് അറിഞ്ഞില്ലെങ്കിലും മല്ലു ഫാമിലി ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ അറിയണ കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. കുറേ നേരം ഏട്ടനൊന്ന് സംസാരിച്ചു പറഞ്ഞാൽ കുറേ നേരം സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഏട്ടന് കൊടുക്കാനുള്ളത് കൊടുത്ത് അവിടെയുള്ള ലോട്ടറി, ഇപ്പോൾ അവിടെ ലോട്ടറികൾ വേറെ ഒന്നുമില്ല. അവരെ ഞാൻ ചോദിച്ചു ഏട്ടൻ്റെ അടുത്ത് ഇനി നാളേക്കോ മറ്റെന്തൊക്കെയോ അങ്ങനെയൊക്കെ ലോട്ടറികൾ ഉണ്ടെങ്കിൽ ഏട്ടൻ പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള മൊത്തം ലോട്ടറിയും, അതായത് ആ ഏട്ടൻ്റെ ബാഗിലുള്ള ഫുള്ള് ലോട്ടറിയും എടുത്ത് ആ ഏട്ടന് കൊടുക്കേണ്ട ഒരു ഇത് കൊടുത്ത് എക്സ്ട്രാ കൊടുക്കേണ്ട ഒരു എമൗണ്ട് കൂടി കൊടുത്തിട്ടാണ് ഞങ്ങളവിടെ നിന്ന് പോകുന്നത്. പാവാണ്. ഞാൻ ആലോചിക്കുന്നത് ആ ഏട്ടനൊക്കെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെയാണ് ഒരാൾക്ക് അവിടുന്ന് ലോട്ടറിന് എടുത്ത് പോകാൻ തോന്നുന്നത്. ആ ഏട്ടൻ ഇതിന് മുന്നേ അവിടുന്ന് കുറേ വട്ടം ഇതുപോലെ ആൾക്കാർ ലോട്ടറി പറ്റിച്ചിട്ടുണ്ട് ഇത്രേ മൈരന്മാർ. അങ്ങനെ തന്നെ പറഞ്ഞു ശരിക്കും അവരെന്നെ. കാരണം അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം അങ്ങനെ ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ടൊക്കെ അവിടുന്ന് ലോട്ടറി അങ്ങനെ എടുത്തു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഗതി പിടിക്കുകയെന്ന് ദൈവത്തിന് മാത്രം തന്നെ അറിയുള്ളൂ. എന്തായാലും നമ്മളെന്തായാലും ഹാപ്പിയാണ്, അവരും ഹാപ്പിയാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം, നിങ്ങൾ ഹാപ്പിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് തോന്നിയ കമൻറ്റുകൾ ചെയ്യുക. ആ ഏട്ടൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലത്തെ കാര്യങ്ങൾ, കടയുടെ കാര്യങ്ങൾ, കച്ചവടമില്ലാത്ത കാര്യങ്ങൾ, ഇതിൻ്റെ മുന്നേ കടയിൽ നിന്ന് ഇതേപോലെ ഓരോ ആൾക്കാർ ഓരോ സാധനങ്ങൾ ഇതുപോലെ എടുത്തുകൊണ്ട് പോയിരുന്നു, ആളെ പറ്റിക്കുകയാണ്, കുറേ കാര്യങ്ങൾ. ഇതിന് മുന്നേ ആളെ പോക്കറ്റിൽ നിന്ന് എന്തോ ആൾക്കാർ 15 ലോട്ടറി 20 ലോട്ടറി ഇതുപോലെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ആളെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ആൾ കൈമൊക്കെ പിടിച്ചിട്ട് കുറേ എന്താ പറഞ്ഞ് എനിക്കറിയില്ല, അത്രയും പാവം പിടിച്ചൊരു മനുഷ്യന്. അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ കൊടുത്ത് ക്ലിയർ ആക്കി ആളടുത്ത് കുറേ നേരമൊക്കെ സംസാരിച്ച്. ഇത് ഈ വീഡിയോയിൽ കാണുന്ന നിങ്ങൾ 2-3-4 മിനിറ്റ് മാത്രമല്ല ഞാൻ ആ ഏട്ടനടുത്ത് സംസാരിച്ചിട്ടുള്ളത്. കുറേ നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-20 മിനിറ്റ്, ഒരു അരമണിക്കൂറോളം ഞാൻ ആ ഏട്ടൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ച് എല്ലാം ക്ലിയർ ആക്കിയിട്ടൊക്കെയാണ് പൈസ കൊടുത്ത ലോട്ടറി മൊത്തം എടുത്ത് പോകുന്നത്. വീണ്ടും ഞാൻ പറയുകയാണ്, ആ ലോട്ടറിയിൽ ഒരു എമൗണ്ട് വലുത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഏട്ടൻ ആ കടയിൽ വന്നിരിക്കേണ്ടി വരില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ആ ഏട്ടൻ ഹാപ്പിയാണ്. ആ ഏട്ടൻ്റെ കയ്യിലുള്ള ഫുൾ ലോട്ടറി 42 ലോട്ടറി ഏട്ടൻ്റെ കയ്യിലുള്ളൂ. അതായത് ഇന്നത്തെ ലോട്ടറി അല്ല, നാളത്തെ ലോട്ടറിയാണ്. ഞാനൊന്ന് നോക്കിയിട്ടുള്ളത്. ഏതാ ലോട്ടറി നോക്കട്ടെ കേട്ടോ. ആ കാരുണ്യ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ലോട്ടറിയാണിത്. 42 ഉണ്ട് ഇതിൽ. ഞാൻ പറഞ്ഞല്ലോ ലോട്ടറി നമുക്ക് അടിക്കാൻ വേണ്ടി എടുക്കല്ല. അടിച്ചാൽ പിന്നെ ആ ഏട്ടൻ അവിടെ വന്നിരിക്കേണ്ടി വരില്ല, അത് ഉറപ്പാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അടിച്ച്, അതായത് വലിയൊരു എമൗണ്ട് 500,000 എന്നുള്ളതല്ല, ഒരു എമൗണ്ട് അടിച്ചാൽ പിന്നെ ആ ഏട്ടൻ അവിടെ വന്നിരിക്കേണ്ടി വരില്ല. ഓക്കെ, ആ ഏട്ടൻ നമ്മൾ വീട്ടിൽ തന്നെ ഇരുത്തും. ഓക്കെ, അപ്പോൾ ആ ഏട്ടന് ഹാപ്പിയാണ്. ആ ഏട്ടന് ഞാൻ മറ്റേ ആ ലോട്ടറി എടുത്ത പൈസ ആകെ 40 രൂപയുടെ ലോട്ടറികൾ 1650 രൂപ എത്ര വരുന്നുള്ളൂ. അതിനൊക്കെ കുറച്ചുകൂടി എമൗണ്ട് ഞാൻ ആ ഏട്ടന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഏട്ടന് ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നു, ഇപ്പോഴത്തെ ചിലവർ വന്നതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യും, ഇത് നീ എന്തിനാ അങ്ങനെ വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ തന്നെ തുടക്കത്തിൽ തന്നെ പറയുകയാണ്, അല്ലെങ്കിൽ പറയണേ, ഇങ്ങനെ വീഡിയോ എടുത്ത് കിട്ടുന്ന എമൗണ്ടിൽ നിന്നാണ് മറ്റുള്ളവർക്ക് ഇതുപോലെ കൊടുക്കാൻ എനിക്ക് കഴിയുന്നത്. ഞാൻ അതിന് മുന്നേ ഒരുപാട് വട്ടം എൻ്റെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കലും എൻ്റെ കുടുംബക്കാരോ എൻ്റെ അച്ഛനോ ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എടുത്ത് കൊടുക്കാൻ. അപ്പോൾ ഇന്നലെ കഴിയുന്നത് ഞാനായിട്ട് ഉണ്ടാക്കുന്നതിലൊരു പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രം തന്നെ ഉള്ളൂ. ഇന്നലെ 24 ന്യൂസിലെ സംഗതി കണ്ടപ്പോൾ എനിക്ക് അപ്പോൾ തന്നെ തോന്നുന്നത് ലോട്ടറിക്ക് എടുത്തുകൊണ്ട് പോകണം നായിൻ്റെ മക്കളെന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ ഓക്കെ, എന്തായാലും ഞാൻ ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ആ ഏട്ടൻ എന്തായാലും ഹാപ്പിയാണ്. കുറേ ആൾ സംസാരിക്കുകയോ ചെയ്തോട്ടോ. ഓക്കെ, ഞങ്ങൾ വീഡിയോ എടുക്കേണ്ട തന്നെ കുറച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ എന്തായാലും ഓക്കെ ഗൈസ്, ടാറ്റ. എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ടാറ്റ. ഗൈസ്, അപ്പോൾ അതാ ഞങ്ങൾ പോയപ്പോൾ സമയത്ത് അറിയിച്ചിട്ടാ 2:15 അപ്പോൾ അതാ പോയി, അവരെ കണ്ടു. മറ്റേ അവരെ നമുക്ക് ഒരു ഇത് കൊടുത്ത് ആളെ സന്തോഷിപ്പിച്ച് നമ്മൾ തിരിച്ചെത്തി. ഓക്കെ, അപ്പോൾ ഇതുപോലെ എല്ലാവരും സന്തോഷിപ്പിക്കാൻ പറ്റട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളും പ്രാർത്ഥിക്കുക, നിങ്ങൾ സന്തോഷമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ഗൈസ്, ടാറ്റ.